നെറ്റ്ഫ്ലിക്സിൻ്റെ മറ്റൊരു ഹിറ്റ് സീരീസായ ബ്ലാക്ക് മിറർ അതിൻ്റെ സീസൺ 7 ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഓരോ സീസണുകളിലും അടിപൊളി സാധനങ്ങൾ നമ്മൾ ചെയ്തു വയ്ക്കുക. അതൊരു ആന്തോളജി സീരീസാണ്. പക്ഷേ ഈ സീസൺ 7 ഒട്ടുമിക്ക എല്ലാ എപ്പിസോഡും ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, ഭയങ്കര കിഡിലിനായിട്ടുള്ള പ്രസൻറ്റ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളാണ്. പ്രത്യേകിച്ച് ഇതിലെ കോമൺ പീപ്പിൾ എന്ന് പറഞ്ഞ ആദ്യത്തെ എപ്പിസോഡ്. ആൻഡ് ഇത് കണ്ടുവരുമ്പോൾ ഇത് ഇൻ നിയർ ഫ്യൂച്ചർ നടക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളൊന്ന് പ്രൊഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പരിപാടിയാണിത്. ദെൻ ഇതേപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡ് ദെൻ ഹോട്ടൽ റിവറി എന്ന് പറഞ്ഞൊരു എപ്പിസോഡുണ്ട്. ഒരു ഫുൾ ലെങ്ത് പടം കണ്ടൊരു ഫീലാണ്. കാരണം ഒരു 1-1.5 മണിക്കൂറുണ്ട്. അത് ഒരു സിനിമയ്ക്കകത്ത് നമ്മളൊരു ക്യാരക്ടർ അകപ്പെട്ട എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പരിപാടിയായിരുന്നു അത് കാണിച്ചു തരിക. ആൻഡ് അതും ഏകദേശം അതേപോലത്തെ ഒരു തീമാണ് ഇതിൽ അവസാനത്തെ എപ്പിസോഡിനും ഒരു ഗെയിമിനകത്ത് അകപ്പെട്ട എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സോ ഈ ഹോട്ടൽ റിവറി എന്ന എപ്പിസോഡ് കുറച്ചും കൂടി ഇമോഷണലായ, നമ്മൾ അധികം നല്ല നമ്മൾ തീരെ ചിന്തിക്കാത്തൊരു പ്ലോട്ടാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ആൻഡ് പ്ലേത്തിങ് എന്ന് പറഞ്ഞൊരു എപ്പിസോഡും അതും അടിപൊളിയായിരുന്നു. ന്യൂയോളജി ആൻഡ് അവസാനത്തെ USS കാലിസ്റ്റർ ഇൻ ടു ദി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് അതൊരു വലിയ എപ്പിസോഡ്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ ലെങ്ത് പടം കണ്ട ഒരു ഫീലായിരുന്നു ഈ 2 എപ്പിസോഡുകൾക്കും തരിക. രണ്ടും കൂടി കൂട്ടിയ ഒരു 3 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് ആ 2 എപ്പിസോഡുകൾ മാത്രം. അല്ലാതൊക്കെ എല്ലാം ഓരോരോ മണിക്കൂറുള്ള ഓരോ ആന്തോളജി എപ്പിസോഡുകളാണ്. സോ ഈ അവസാനത്തെ USS കാലിസ്റ്റർ എന്ന് പറയുന്നതും ശരിക്കും ഒരു പടം കണ്ട പോലെ ഒരു ഫീലായിരുന്നു. ഒരു നോർമൽ ജസ്റ്റ് ഒരു ആന്തോളജി സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡ് കണ്ട പോലെ നമുക്ക് ഫീൽ ചെയ്യുകയില്ല. അത്രയ്ക്ക് നമ്മളെ പിടിച്ചിരുത്തി ആ ഒരു വേൾഡ് ബിൽഡിങ്ങിലേക്ക് പെട്ടെന്ന് നമ്മളെ കൊണ്ടുവന്ന് ഇതൊരു പകുതിക്ക് വെച്ചിട്ടായിരിക്കും ഒട്ടുമിക്ക എല്ലാ എപ്പിസോഡുകളും തുടങ്ങും. പക്ഷെ അങ്ങനെയൊന്നും ഫീൽ ചെയ്യിപ്പിക്കാതെ നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങും ഉള്ള നല്ല കിഡിലിനായിട്ടുള്ള ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ തീംസാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ എല്ലാം തന്നെ ഇൻ നിയർ ഫ്യൂച്ചർ സംഭവിക്കാൻ സാധ്യതയുള്ളതും. സോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ഇതിലെ എല്ലാ എപ്പിസോഡുകളും. ബ്ലാക്ക് മിററിൻ്റെ ഇതുവരെയുള്ള മറ്റ് എല്ലാ സീസണുകളും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഓരോ വെറൈറ്റി സാധനങ്ങൾ ഓരോ എപ്പിസോഡിൽ കൊണ്ടുവരാറുണ്ട്. സീസൺ 7 ഒട്ടും മോശമില്ലെന്ന് പറയാം. ഒട്ടുമിക്ക എല്ലാ എപ്പിസോഡുകളും അടിപൊളിയായിരുന്നു. സോ ഈ സീസൺ 7 നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ സീസണെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കണ്ടിട്ടില്ലാത്തവരെങ്കിൽ കണ്ടു വെക്കുക. ഞാനിപ്പോൾ റീസെൻ്റ്ലി ലൗഡ് പ്ലസ് റോബോട്ടിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അത് വെറുതെ കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഒരു ആനിമേറ്റഡ് സാധനമല്ല, കുറച്ചും കൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള കണ്ടന്റാണ്. അതേപോലെ തന്നെ ഭയങ്കര ഹൈലി മെച്ചുവേർഡ് ആയിട്ടുള്ള കണ്ടന്റുകളും ടോപ്പിക്കുകളും തന്നെയാണ് ബ്ലാക്ക് മിറർ എന്ന സീരീസിൽ ചർച്ച ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. കണ്ടവരാണെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.